വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പോകുന്നതിന് വേണ്ടി ബോട്ടിൽ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇത്. ഞങ്ങളിപ്പം ക്യൂവിൽ നിൽക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞു. സാധാരണ റോഡിലാണ് കിടക്കേണ്ടി വരിക, അത്രയ്ക്കും ക്യൂ ആണ്. ഇപ്പം അധികം ക്യൂ ഇല്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞു. സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം വരുന്ന ഒരു സ്ഥലമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ഏതോ ഒരു സ്കൂളിലെ കുട്ടികളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ ബിൽഡിങ്ങിൽ കയറി. സാധാരണ ഈ ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അതാണ് ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. ഓൺലൈൻ പേയ്മെൻ്റൊന്നും ഇവർ സ്വീകരിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ബോട്ടിലേക്കുള്ള വഴിയിലാണ്. ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, തിരുവള്ളൂർ പ്രതിമ ഒക്കെ. ഇവിടെ ഒരു ബോട്ട് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ടിൽ നിന്ന് ആൾ ഇറങ്ങിയിട്ട്, ഇപ്പോൾ ഒരു ബോട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. ഇവിടെ നാളെയും കയറ്റിയിട്ട് അപ്പുറത്തൊരു ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ആ ബോട്ട് വന്ന് ആളെയൊക്കെ ഇറക്കിയതിന് ശേഷം വേണം, ആ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിൽ നിന്ന് ആളൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം നമ്മളിനി കയറാനായിട്ട്. കുറച്ച് സമയമെടുക്കും. ബോട്ട് അടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പുതിയ ആൾക്കാർ കയറിയാണ്. ഇത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാത്രമേ ഇതിനകത്ത് നമുക്ക് ഇരിക്കാനായിട്ട് കഴിയൂ. കുറച്ച് സമയമുള്ള 5 മിനിറ്റ് യാത്രയുള്ളെങ്കിൽ പോലും കടലിൽ കൂടാണ് യാത്ര. അതുകൊണ്ട് സുരക്ഷത്തിന് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് എല്ലാവരും ധരിക്കാൻ പോയിട്ടുണ്ട്. ഇതിൽ ഇരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കാഴ്ചകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ബോട്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണം. അത് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, 20 രൂപയും കണ്ടേ ഉള്ളൂ ആ ടിക്കറ്റ് നിരക്ക്. അതെടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇവിടെ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വിവേകാനന്ദ മെമ്മോറിയൽ, ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളൂർ പ്രതിമ, ഇത് മൂന്നും കയറുന്നതിന് നമുക്ക് കഴിയും. ഒറ്റ ടിക്കറ്റ് 20 രൂപയേ ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ പലയിടത്തും 300-400 രൂപയൊക്കെ ക്യാഷ് ഈടാക്കുമ്പോൾ ഇവിടെ അത് ഫ്രീ ആണ്. വിവേകാനന്ദ സ്വാമികൾ തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമാണ് കന്യാകുമാരി. അദ്ദേഹം അന്ന് ഈ ബോട്ട് സർവീസൊന്നും ഇല്ലായിരുന്നു. അന്ന് വെറും പാറയായിരുന്നു. അവിടെ നീന്തിയാണ്, കന്യാകുമാരി കരയിൽ നിന്ന് നീന്തിയാണ് ഇവിടത്തേക്ക് എത്തിച്ചേർന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കൂടംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന കാണാം രാത്രി സമയത്താണെങ്കിൽ. ഇതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, വിവേകാനന്ദ മെമ്മോറിയൽ. ഇതിനകത്തൊക്കെ നമുക്ക് കയറാം. ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണം ഇതിലേക്കൂടെ നടക്കാനായിട്ട്. നല്ല പൊള്ളും. നല്ല വെയിൽ സമയത്താണെങ്കിൽ ഒരു വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആ പെയിൻ്റ് അടിച്ച സ്ഥലത്തൂടെ വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ കാലൊക്കെ പൊള്ളിപ്പോവും. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ അടുത്ത കാലത്താണ് ഇത് പൊതുജനത്തിനായിട്ട് തുറന്നു കൊടുത്തത്. അപ്പം തിരുവള്ളൂർ പ്രതിമ മറ്റേ സെപ്പറേറ്റ് ആണ്. അപ്പോൾ സാധാരണ കേസിൽ വിവേകാനന്ദ മെമ്മോറിയൽ ബോട്ടിൽ വന്നു, അത് കണ്ട് അടുത്ത ബോട്ടിൽ കയറിയിട്ട് തിരുവള്ളൂർ പ്രതിമയിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൻ്റെ നടുക്ക് ഒരു ഗ്ലാസ് പാവിയിട്ടുണ്ട്. അതിലെ കൂടെ നമുക്ക് താഴെ നോക്കുമ്പോൾ കടലൊക്കെ കാണാൻ പറ്റും, കടൽ തിരയടിക്കുന്നതൊക്കെ. പക്ഷേ ഇതൊക്കെ വാഗമണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയെന്ന് നമുക്ക് ശരിക്കും പേടിയാവും താഴോട്ട് നോക്കാം. പക്ഷേ ഇതങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. 2 സൈഡിലും കോൺക്രീറ്റ് ആണ്. അതിന് നടുക്ക് കുറച്ച് ഗ്ലാസ് പോർഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ കയറിയിട്ട് നടന്നിട്ട് നമുക്ക് തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലെത്താൻ കഴിയും. തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ, പ്രതിമ ആ ബേസിൽ നിന്ന് മുകളിലോട്ടാണ് പ്രതിമ നിൽക്കുന്നത്. അത് തന്നെ ഒരു 4 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ്. അതിന് സ്റ്റെയറൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ലിഫ്റ്റ് ഉണ്ടോ എന്നറിയത്തില്ല. സ്റ്റെയർ കയറിയിട്ടാണ് സാധാരണ പോകുന്നത്. നമ്മളും സ്റ്റെയർ കയറിയിട്ടാണ് പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അങ്ങ് ആൾക്കാർ നടന്ന് കിടന്നങ്ങ് അഴുക്ക് പിടിച്ചുകൊണ്ട് താഴോട്ടൊന്നും കാണാൻ വയ്യ. ഇതാണ് തിരുവള്ളൂർ പ്രതിമ. അതിൻ്റെ മേളിൽ ആ പ്ലാറ്റ്ഫോമിൽ വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റും. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്.
അപ്പം തിരുവള്ളൂർ പ്രതിമയുടെ ടോപ്പിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കറങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ നിലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് വീണ്ടും അടുത്ത നിലയിലേക്ക്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടാണ് കീഴോട്ടിറങ്ങുന്നത്. ഇപ്പോൾ മേളിലെത്തി അവിടെ നിന്നൊരു വ്യൂ ആണ്. അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബേ ഓഫ് ബംഗാളും ഒക്കെ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ 3 കടലുകൾ ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. ഒരു അത്യപൂർവമായൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെയൊക്കെ ഒഴുകിയെത്തുന്നത്. അതാണ് മെയിൻലാൻഡ്. അപ്പോൾ നല്ല വലിയ പ്രതിമയാണ്. എൻ്റെ വിരലൊക്കെ കണ്ടില്ലേ പ്രതിമയുടെ. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് മേളിൽ കയറാനൊന്നും പറ്റില്ല, അതിനുള്ള അനുവാദമൊന്നുമില്ല. പട്ടേൽ പ്രതിമയിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിലൂടെ ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റിൽ കൂടെ നമുക്ക് മേളിൽ പോകാം. അത് നല്ലൊരു അനുഭവമായിരുന്നു. കെവാഡിയിലുള്ള പട്ടേൽ പ്രതിമ കാണാൻ പോയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അഹമ്മദാബാദ് ട്രിപ്പിൽ, റാൻ ഓഫ് കച്ച് ട്രിപ്പിലാണ് അത് കവർ ചെയ്തത്. അത് ഞങ്ങളൊരു 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു ട്രെയിനിൽ കയറി ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് പോയതാണ്, പാക്കേജിൻ്റെ ഭാഗമല്ലാതെ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ ഇതിനകത്ത് ലിഫ്റ്റൊക്കെ വെച്ചിട്ട് എൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ മേളിൽ കയറാൻ പറ്റുമെങ്കിൽ നല്ല രസമായിരുന്നു അതിനത്. സ്റ്റാച്യുവിൽ നിന്നുള്ള തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ മേളിൽ നിന്നുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണിത്. അതിൻ്റെ അപ്പുറത്തായിട്ട് വിവേകാനന്ദ മെമ്മോറിയലും കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ വിവേകാനന്ദ മെമ്മോറിയൽ കയറാൻ പോവുകയാണ്. അതിൽ കയറി കഴിഞ്ഞാൽ അകത്തൊന്നും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. എന്നാൽ കന്യാകുമാരി വരുന്ന എല്ലാവരും കാണുന്ന ഒരു സ്ഥലമാണ്. എത്ര സമയം ക്യൂ നിന്നാലും, ബോട്ടിന് വേണ്ടി ക്യൂ നിന്നാലും എല്ലാവരും ഇത് കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതാണിത് കാണാൻ.